അപ്പോൾ നമ്മളത് കുറച്ച് ഫോൺ വിൽക്കുന്നിടം കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഫോൺ ഇരിപ്പുണ്ട്. ഇതേതോ പിക്സലിൻ്റെ ഒരു ഫോൺ കേട്ടോ. പിക്സലിൻ്റെ ഒരു ഫോൺ ഇവിടെയൊക്കെ പൊട്ടിയിട്ടിരിപ്പുണ്ട്. നമുക്ക് വേറൊരു ഫോൺ ഇരിപ്പുണ്ട്. ഒരു ഐഫോൺ 15 Pro Max ആണെന്ന് തോന്നുന്നു കേട്ടോ. अट्टीबोली सामान इरिकुंड बेटा फिक्सिंग अरे क्या कर रहे हो वीडियो बना रहे हैं ना मुंह नहीं दिखेगा ना मुंह ना दिखेगा അപ്പോൾ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. ഇതുപോലെയാണ് ഈ ഹിന്ദിക്കാർ ഫുള്ള് വീഡിയോ എടുക്കുന്നത്. 16 Pro Max 15 Pro Max 14 Pro Max എല്ലാം ഇഷ്ടംപോലെ ചോർ ബസാർ കിട്ടുമെന്ന് പറയും. ഹിന്ദിക്കാർ മാത്രമല്ല മലയാളികളും ചെയ്യുന്നുണ്ട്. വ്യൂസിന് വേണ്ടി ഇതുപോലെ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ വന്ന് ഇതുപോലെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹിന്ദിക്കാരനെ വെച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പറയും ചോർ ബസാറിൽ ഇതുപോലെ ഫോൺ വിൽക്കുന്നതാണ്. എൻ്റെ പൊന്നെ പന്നം വെറും മണ്ടത്തിലാണ് പറയുന്നത്. ഇതുപോലെ ഒരിക്കലും നമുക്ക് ചോർ ബസാർ ഈ വീഡിയോ ഫോൺ കിട്ടത്തില്ല. ഒരു 14 Pro Max 16 Pro Max കിട്ടത്തില്ല. പിന്നെ കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന്. നമുക്ക് ഇഷ്ടംപോലെ കമൻറ്റ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട്. നമുക്ക് ഐഫോൺ വേണം, 16 Pro Max 14 Pro Max നമുക്ക് ചോർ ബസാറിൽ നിന്ന് കിട്ടുമോ, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, എങ്ങനെ മേടിക്കാം. നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത് ബസാറിൽ നിന്ന് നമുക്ക് ഐഫോൺ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് ബസാറിൽ നിന്ന് ഐഫോൺ എടുക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ എല്ലാ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട് നമ്മൾ അവിടുന്ന് ജെന്യൂൻ ആയിട്ടുള്ള സാധനം മാത്രം എടുത്ത് കൊടുക്കാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറേ സ്ഥലത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്, പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് ഈ ഐഫോണും ഐപാഡും കാര്യങ്ങളൊക്കെ വിൽക്കുന്നത്. ഇപ്പോൾ ഐപാഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 7,000-6,000 രൂപയൊക്കെ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. മാക്ബുക്ക് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എല്ലാവരും കാണാം. ഇതൊക്കെ നമുക്കൊരു ഇല്ലീഗലായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതുപോലെയുള്ള കുറച്ച് ആളുകൾ കാരണമാണ് ഈ ബസാറിന് ചോർ ബസാർ എന്ന് പറഞ്ഞ് പേര് വന്നേക്കുന്നത്. എന്നാൽ അവിടെ വിൽക്കുന്ന എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ വിൽക്കുന്ന എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന സാധനങ്ങളല്ല. ഇതുപോലെ 2-3 സ്ഥലത്ത് ഇതുപോലെ വിൽക്കുന്നുണ്ട്. അവർ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെ ചോർ ബസാർ എന്ന് പറയുന്നത്. അല്ലാതെ ബാക്കിയുള്ള ഷൂസുകളും ബാക്കിയുള്ള എന്താ പറയുക നമ്മൾ മേടിക്കുന്ന സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന സാധനങ്ങളല്ല. ഇഷ്ടംപോലെ കമൻറ്റ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ കമൻറ്റുകൾ വരുന്നുണ്ട്. നമുക്കിതുപോലെയാണ്, നിങ്ങൾക്ക് എന്തുവാ ഈ സാധനങ്ങൾ എടുത്തു കൊടുത്താൽ ഗുണം പിടിക്കുകയോ, അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന സാധനങ്ങളല്ല നിങ്ങൾ വിൽക്കുന്നതെന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മളെ വീഡിയോ കാണാത്ത കുറേ ആൾക്കാരൊന്ന് കമൻറ്റ് അടിക്കും. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ എങ്ങനത്തെ സാധനമാണ് അയച്ചു കൊടുക്കുന്നുള്ളത്. അപ്പം നിങ്ങൾ ഇവിടെ കുറേ മലയാളികളെ നമുക്കിവിടെ കാണാം, ഡൽഹിയിൽ എന്താ പറയുക ടൂറിസ്റ്റ് വിസിറ്റിങ്ങിനൊക്കെ വരുന്നത്. അപ്പം ദയവേത് ഇവിടെ വന്നാൽ നിങ്ങൾ ഫോൺ എടുക്കാതിരിക്കുക എന്നേ പറയാനുള്ളൂ. കാരണം ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു 100-നകത്ത് 90% പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന ഫോണാണെങ്കിൽ അവിടെ വെക്കും, അവരവർ സ്ക്രീൻ ലോക്കും കാര്യങ്ങളെല്ലാം ആയിരിക്കും ഒന്നാമത്തെ കാര്യം. ഇനി ഇവരെങ്ങനെയും കാര്യം കൊണ്ട് സ്ക്രീൻ അൺലോക്ക് ചെയ്തെന്ന് തന്നെ ഇരുന്നാൽ നിങ്ങൾ സിം ഇടുകയോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫോട്ടോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ GPS കണക്റ്റ് ആകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെ പൊക്കും. അതുകൊണ്ട് ദയവേത് ഇവിടെ വന്ന് ഐഫോൺ എടുക്കാതിരിക്കുക. ഇഷ്ടംപോലെ മലയാളികൾ ഇപ്പോൾ കറങ്ങാൻ വേണ്ടി ഡൽഹിയിലേക്ക് വരുന്നുണ്ട്. മണാലി പോകണമെങ്കിൽ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടാണ് മണാലി പോകാൻ എളുപ്പം. ലഡാക്കൊക്കെ പോകണമെങ്കിലും ഡൽഹി എത്തിയിട്ടാണ് ഇവിടുന്ന് എളുപ്പം പോകാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബസാറുകളൊക്കെ കണ്ടിട്ട് അവിടെ ഷോപ്പിങ്ങിന് വരുന്നുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഐപാഡ് പിന്നെ ഞാൻ പറയുന്നില്ല ഐപാഡ് പ്രശ്നം ഉണ്ടാകുമെന്ന്. എന്നാൽ ഐപാഡും പ്രശ്നമാണ്. എന്നാൽ ഐപാഡിന് അത്രയ്ക്കും പ്രശ്നം വരില്ല, ഒരു 50-50 ചാൻസേ വരുന്നുള്ളൂ. പക്ഷേ ഐഫോണുകൾ എടുത്തു കഴിഞ്ഞാൽ മക്കളെ പിടിക്കും, നിങ്ങളെ 90% നിങ്ങളെ പിടിച്ചിരിക്കും. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഇതുപോലെ എടുക്കാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ തന്നെ പറയും നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ഉത്തരവാദിയല്ല, ഇങ്ങോട്ട് വരണ്ട എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് DSLR ക്യാമറ അവിടെ നിന്ന് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്നതും കാര്യങ്ങളൊന്നുമില്ല, അടിച്ച് മാറ്റിക്കൊണ്ടുവന്ന സാധനങ്ങളാണ് അവിടെ DSLR ക്യാമറ വെച്ചേക്കുന്നത്. അല്ലാതെ DSLR വിൽക്കുന്ന 2-3 ആൾക്കാരുണ്ട്. ഇപ്പം പറഞ്ഞ ക്യാമറ ആംഗിൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇവിടെ ഷോപ്പുള്ളതാണ്, പുള്ളി വന്ന് വിൽക്കുന്നുണ്ട്. പിന്നെ 2-3 പേരെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറ വിൽക്കുന്നത്. അമ്മാർക്കൂടെ ഷോപ്പുകളാണ്, നമ്മൾ ഷോപ്പിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് വന്ന് അവിടെ വിൽക്കുന്നതാണ്. വില കുറഞ്ഞ ക്യാമറാസൊക്കെ ഒന്ന് വിൽക്കുന്നതാണ്. ഇമാർ 2 അടുത്തൊന്നും എടുത്താൽ കുഴപ്പമില്ല. ബാക്കി 2-3 പേര് അവിടെ ഇരിപ്പുണ്ട് ക്യാമറയൊക്കെ തന്നെ. അതും ജെന്യൂൻ ആയിട്ടുള്ള ക്യാമറ കൊടുക്കുന്ന ആൾക്കാരല്ല. അവിടെ നിന്ന് നമുക്ക് എടുക്കും, നമുക്ക് നല്ല വില കുറച്ച് സാധനം കിട്ടും. പക്ഷേ ഈ ബോഡിയൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ നമുക്ക് അതിൻ്റെ അകം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമുക്ക് ഇതിൻ്റെ എന്താ പറയുക അവിടെ ചെക്ക് ചെയ്ത് നോക്കി എല്ലാം എടുക്കുക. ഇതൊക്കെ എന്തെങ്കിലും റിപ്പയർ ചെയ്തായിരിക്കും, എൻ്റെ എന്തെങ്കിലും ബോർഡോ കാര്യങ്ങളോ എന്തെങ്കിലും റിപ്പയറിംഗ് ആണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഒരു ഗ്യാരണ്ടിയും വാറണ്ടിയും ഒന്നുമില്ല. നമ്മളിപ്പം ഒരു 20,000 രൂപയുടെ ക്യാമറ അല്ലെങ്കിൽ ഒരു 15,000 രൂപയുടെ ക്യാമറ എടുത്തു, വലിയ 10-60,000 രൂപയുടെ ക്യാമറയൊക്കെ ആയിരിക്കും ഈ റേറ്റിൽ കിട്ടുന്നത്. സാധനം എടുത്തുകൊണ്ട് പോയി വീട്ടിൽ പോയിട്ട് വർക്കായില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ 15,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ പോയെന്ന് നമുക്ക് ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ക്യാമറ എടുക്കുന്നതിന് പകരം ഇവിടെ ചാന്ദിനി ചൗക്ക് DSLR മാർക്കറ്റുകളുണ്ട്. DSLR മാർക്കറ്റ് അവിടെ കടകളാണ്. അവിടെ നിന്ന് അത്യാവശ്യം നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. എല്ലാ കടകളിലും വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 തൊട്ട് 2 വർഷം വരെയൊക്കെ വാറണ്ടികൾ കൊടുക്കുന്നുണ്ട്. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ അവിടുന്ന് എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് 15,000 രൂപ കിട്ടുന്ന ക്യാമറ അവിടെ പോകുമ്പോൾ ചിലപ്പം 22,000 രൂപയായിരിക്കും. അത്രയും ഡിഫറൻസ്, ഒരു 3,000-4,000 ഒക്കെ അത്രയൊക്കെ ഡിഫറൻസ് എന്തായാലും വരും. അപ്പോൾ വരുമ്പോൾ നമുക്കിതാണ്, നമുക്ക് 1-2 വർഷത്തേക്കുള്ള ഗ്യാരണ്ടി കിട്ടും, ബില്ലും കിട്ടും, കാര്യങ്ങളും കിട്ടും, എല്ലാം കിട്ടും. ഇവിടെ വരുന്നവർ അവിടെ പോയിട്ട് ക്യാമറ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ലാപ്ടോപ്പ് എടുക്കാൻ പറ്റുന്ന ഇവിടെ മാർക്കറ്റാണ് നെഹ്റു പ്ലേസ് മാർക്കറ്റ്. അവിടെ ഇഷ്ടംപോലെ കടയുണ്ട്, ഒറിജിനൽ ഷോറൂമുകളുണ്ട്. നമ്മുടെ ഏസർ, അസ്യൂസ്, HP, ഡെല്ല്, അതുകൊണ്ട് എല്ലാത്തിനും ഷോറൂമുണ്ട്. അതിൻ്റെ എല്ലാം ഗെയിമിംഗ് സെക്ഷൻ്റെ വേറെ ഷോറൂമുണ്ട്. പിന്നെ റിപ്പയറിംഗ് ഐറ്റം വിൽക്കുന്ന കടകളുണ്ട്, റീഫർണിഷ്ഡ് ഐറ്റം വിൽക്കുന്ന കടകളുണ്ട്, പിന്നെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കടകളുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കടയിൽ കയറി ചോദിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ് പലപ്പം നമുക്ക് 3,000-4,000 രൂപയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് എടുത്താലും നമുക്ക് ഇപ്പം അത്യാവശ്യം അവിടെ നിന്ന് ഒരു 10 രൂപയുടെ ലാപ്ടോപ്പ് എടുത്തെന്ന് വെച്ചു, അവരെന്തായാലും ഒരു 6 മാസങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ സർവീസ് വാറണ്ടി തരാതിരിക്കത്തില്ല. മനസ്സിലായി? ഇപ്പോൾ ചോർ ബസാറിൽ നിന്ന് സാധനം എടുത്തെന്ന് ഞാൻ 4,000 രൂപയ്ക്ക് 3,000 രൂപയ്ക്ക് ലാപ്ടോപ്പ് കിട്ടും, ഒന്നിനും കൊള്ളത്തില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടെന്നറിയാം, നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ വരുന്നത് എന്തുവാന്ന് പോലും അറിയത്തില്ല. വിൻഡോസ് ആണോ അത് വേറെ എന്താണോ, ഒന്നിനും കൊള്ളത്തില്ല. അപ്പം നമ്മളവിടെ ആൾക്കാർ വന്ന് 3,000 രൂപയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകരുത്. നിങ്ങൾ വന്നിട്ട് ലാപ്ടോപ്പ് മേടിക്കണം, നെഹ്റു പ്ലേസിൽ പോവുക, അത്യാവശ്യം കടകളിൽ നല്ലൊരു കടകളിൽ ചെല്ല് ചെക്ക് ചെയ്ത് അവിടുന്ന് ചെക്കിംഗ് വാറണ്ടി ഉണ്ടോ അല്ലെങ്കിൽ സർവീസ് വാറണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് സാധനങ്ങൾ എടുക്കുക. കാരണം ഒത്തിരി നമുക്ക് വരുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ട് ഡൽഹിയിൽ ഒരു എക്സാം കാര്യങ്ങളായിട്ടും അല്ലെങ്കിൽ യാത്രാ കാര്യങ്ങളായിട്ടും വരുന്നുണ്ട്. എവിടുന്ന് ലാപ്ടോപ്പ് എടുക്കാം, എവിടുന്ന് DSLR എടുക്കാം, എവിടുന്ന് ഐഫോൺ എടുക്കാം. ഐഫോണിൻ്റെ കാര്യം കുറേ ഇവിടെ ഉണ്ട്, അത് ഞാൻ കാര്യം പറയുന്നില്ല. യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റം കൊടുക്കുന്ന ഇഷ്ടംപോലെ കടകളുണ്ട്. കടകളിൽ നിങ്ങൾക്ക് പോയി സാധനം എടുക്കാം, ഒരു സീനും ഇല്ല. ബില്ലും ബോക്സും ഉണ്ടോ ചോദിച്ച് സാധനം എടുത്തോളുക. iCloud അൺലോക്ക് ആണോ എന്ന് ചോദിച്ചിട്ട്. ഇത്തരം സാധനം എടുത്ത് നമുക്ക് വലിയ സീൻ വരാൻ പോകുന്നില്ല. അപ്പോൾ സീൻ വരാൻ പോകുന്നില്ല. ബാക്കി ഇതുപോലെ ബസാറും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്നൊന്നും ഐഫോണും കാര്യങ്ങളും എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇപ്പം കുറേ കമൻറ്റ് വന്നു ഒന്ന് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ചോർ ബസാറിൽ നിന്ന് നമ്മൾ വീഡിയോ എടുത്ത് കൊടുക്കുന്നതല്ല, DSLR ക്യാമറ എടുത്ത് കൊടുക്കുന്നതല്ല, ലാപ്ടോപ്പ് എടുത്ത് കൊടുക്കുന്നതല്ല, കേട്ടല്ലോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ച് ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.